ഹായ് നമസ്കാരം, എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന LSDS സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തിലെ നമ്മളുടെ പ്രത്യേക ടോപ്പിക് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ആണ്, അതായത് ഗ്രാമീണ വികസനം. അതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ട് റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് റൂറൽ ഏരിയ അല്ലെങ്കിൽ റൂറൽ സെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഐഡിയ എന്താണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ റൂറൽ സെക്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശത്തെയാണ് എന്തായാലും പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക പ്രദേശം. ഈ പ്രദേശത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രദേശത്തിനെ റൂറൽ ഏരിയ അല്ലെങ്കിൽ റൂറൽ സെക്ടർ എന്ന് പറയാൻ പറ്റൂ. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോപ്പുലേഷൻ ലെസ് ദാൻ 5000. ഇപ്പൊ നമ്മള് ഇത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രദേശത്തെ റൂറൽ ഏരിയ ആണെന്ന് പറയണമെങ്കിൽ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 5000-ൽ താഴെ ആയിരിക്കണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ലെസ് ദാൻ 400 പെർ സ്ക്വയർ കിലോമീറ്റർ. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 400 പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 400 ആയിരിക്കണം, അല്ലെങ്കിൽ 400-ൽ താഴെ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടുത്തെ വർക്കിംഗ് പോപ്പുലേഷന്റെ, അതായത് നമ്മൾ മെയിൽ പോപ്പുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 25% കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചറൽ തൊഴിൽ ചെയ്യുന്നവരായിരിക്കണം. അതായത് പ്രാഥമിക മേഖല ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ഇങ്ങനെ 3 സെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് പ്രൈമറി സെക്ടറായ അഗ്രികൾച്ചർ, ആ രംഗത്ത് തൊഴിലെടുക്കുന്നവരായിരിക്കണം അവിടുത്തെ 25%, അതിലധികമോ മെയിൽ, അതായത് അവിടുത്തെ പുരുഷന്മാർ 25%-ലോ അതിൽ കൂടുതലോ ആൾക്കാര് എന്തായിരിക്കണം? കൃഷി എന്ന് പറയുന്ന തൊഴിൽ ഏർപ്പെടുന്നവരായിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രദേശത്തെ എന്തെന്ന് വിളിക്കാം? റൂറൽ സെക്ടർ എന്ന് വിളിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഒന്നെന്ന് പറയാം. 5000 എന്ന് പറയുന്ന അവിടുത്തെ പോപ്പുലേഷൻ ആയിരിക്കണം. 400 എന്ന് പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന മെയിൽ പോപ്പുലേഷന്റെ 25% എന്ന് പറയുന്നത് എന്തായിരിക്കണം? കൃഷി തൊഴിലായി സ്വീകരിച്ചവരായിരിക്കണം. ഇങ്ങനെയുള്ള പ്രദേശത്ത് നമ്മൾ റൂറൽ സെക്ടർ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യ ഈസ് പ്രിഡോമിനന്റ്ലി എ റൂറൽ കൺട്രി വിത്ത് 2/3 പോപ്പുലേഷൻ ആൻഡ് 70% ഓഫ് വർക്ക് ഫോഴ്സ് റിസൈഡിങ് ഇൻ റൂറൽ ഏരിയ. നമ്മൾ റൂറൽ ഏരിയയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, വളരെ താഴേക്കിടയിലുള്ള ആൾക്കാർ, വളരെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ റൂറൽ ഏരിയ എന്ന് പറയുന്നത് വളരെ പിന്നാക്കമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനും. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും എങ്ങനെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? ഒരു റൂറൽ കൺട്രി എന്നാണ്, ഒരു ഗ്രാമീണ രാജ്യം എന്നാണ് നമ്മളുടെ ഇന്ത്യയെ ഇപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷന്റെ, നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 2/3 ഭാഗം എന്ന് പറയുന്നതും എവിടെയാണ് താമസിക്കുന്നത്? ഈ റൂറൽ സെക്ടറിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ 70% ഓഫ് വർക്ക് ഫോഴ്സ് റിസൈഡിങ് ഇൻ റൂറൽ ഏരിയ, അതായത് 70%-ഓളം വർക്ക് ഫോഴ്സ്, തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരിൽ 70%-ഉം താമസിക്കുന്ന എവിടെയാണ്? റൂറൽ ഏരിയയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു റൂറൽ കൺട്രിയാണ്, ഒരു ഗ്രാമീണ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജനസംഖ്യയുടെ 2/3 ഭാഗവും എവിടെയാണ് താമസിക്കുന്നത്? റൂറൽ ഏരിയയാണ്. അപ്പൊ അതിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ റൂറൽ സെക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ സോഷ്യലി ആണെങ്കിലും നമുക്ക് സാമൂഹ്യമാണെങ്കിലും സാമ്പത്തികമായ രീതിയിലും എത്രത്തോളം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ആണെങ്കിലും നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാര് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട എവിടെയാണ്? റൂറൽ സെക്ടറിലാണ്. കാരണം ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ നോക്കിയാൽ മതി. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രാമീണ രാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ജനസംഖ്യയുടെ 2/3 ഭാഗവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത്? അത് റൂറൽ ഏരിയയിലാണ്. കൂടാതെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ 70% ആൾക്കാരും താമസിക്കുന്നത് ഈ റൂറൽ സെക്ടറിലാണ്. അപ്പൊ ഇത്രയും കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്തിന്റെ വികസനം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് എവിടെയായിരിക്കും? റൂറൽ ഏരിയയിലായിരിക്കും. അവിടെ ആയിരിക്കണം നമ്മളുടെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതും. ഓക്കെ,
അടുത്തൊരു പോയിന്റ് നോക്കാം. റൂറൽ ഇക്കണോമി കോൺസ്റ്റിറ്റ്യൂട്ട്സ് 46% ഓഫ് നാഷണൽ ഇൻകം. അതായത് നമ്മുടെ നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം പരിഗണിക്കുമ്പോൾ അതിൽ 46% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ റൂറൽ ഏരിയയിൽ നിന്നാണ്. അല്ലെങ്കിൽ റൂറൽ എക്കണോമിയാണ് നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ 46% എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് റൂറൽ സെക്ടറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ റൂറൽ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി, റൂറൽ സെക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി, അതുപോലെ തന്നെ റൂറൽ സെക്ടറിന്റെ പ്രാധാന്യം ഇന്ത്യയിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. അതായത് ആ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോപ്പുലേഷന്റെ 2/3 റൂറൽ സെക്ടറിലാണ്. നമ്മുടെ വർക്കിംഗ് പോപ്പുലേഷൻ 70% റിസൈഡ് ചെയ്യുന്നത് റൂറൽ സെക്ടറിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ ഇൻകത്തിന്റെ 46% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും എവിടെ നിന്നാണ്? റൂറൽ സെക്ടറിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു റൂറൽ സെക്ടറിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് റൂറൽ ഡെവലപ്മെന്റ്, വാട്ട് ഈസ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സിംപ്ലി പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് efforts to improve the living standards and economic opportunities for people in rural communities. അതായത് സിംപ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂറൽ പ്രദേശത്ത്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ പ്രദേശം നമ്മൾ എടുക്കുകയാണ് റൂറൽ സെക്ടർ ആയിട്ട്. നമ്മൾ പറഞ്ഞ പോലെ 5000-ൽ താഴെ ജനസംഖ്യ ഉള്ളത്, 400 പോപ്പുലേഷൻ ഡെൻസിറ്റി, അതാണ് 25% മെയിൽ ആൾക്കാരും ജോലിക്ക് പോകുന്നത് ഏതാണ്? അഗ്രികൾച്ചർ. അങ്ങനെ ഒരു ഏരിയ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് സാമ്പത്തികമായ അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്? റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന പല രീതികളിലുണ്ടാവും. അത് നമ്മൾ കുറച്ച് അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ പറയാൻ പോവാണ് എന്തൊക്കെയാണ് ആ ലിവിങ് സ്റ്റാൻഡേർഡിനകത്ത് ഉൾപ്പെടുന്നതെന്ന്. അപ്പം എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫേർട്സ് ടു ഇംപ്രൂവ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പീപ്പിൾ. അതായത് ഒരു റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക അവസരങ്ങൾ ഉറപ്പുവരുത്തുക. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ത്? റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് എന്തൊക്കെ ഇഫേർട്ട് ഇടുന്നു, ആ ഇഫേർട്ട് ആണ് എന്തെന്ന് പറയുന്നത്? റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ ബോത്ത് ഡെൻസിലി പോപ്പുലേറ്റഡ് ആൻഡ് ഐസൊലേറ്റഡ് ഏരിയാസ്. ഇത് രണ്ട് തരത്തിൽ റൂറൽ ഏരിയ വരുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് വളരെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ഡെൻസിറ്റി കൂടിയ ആൾക്കാരുണ്ട്, അത് വളരെ ഡെൻസ് ആയിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ അതായത് വളരെ റിമോട്ട് ആയിട്ട് കിടക്കുന്ന റൂറൽ ഏരിയകളും ഉണ്ട്. അപ്പം ഇതാണ് സിംപ്ലി റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക അവസരങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതെല്ലാം റൂറൽ ഡെവലപ്മെന്റ് ആണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തതെന്ന് പറയുന്നത് ഏരിയാസ് ഡിമാൻഡ് ഫോക്കസ്ഡ് അറ്റൻഷൻ. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടേണ്ട ഏരിയകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈ ഏരിയ എന്ന് പറയുന്നത് എവിടത്തെയാണ്? നമ്മൾ റൂറൽ ഏരിയ പരിഗണിക്കുമ്പോൾ ആ റൂറൽ ഏരിയയിൽ എവിടൊക്കെ, ഇപ്പൊ നമ്മൾ റൂറൽ പ്രദേശം നമ്മൾ എടുക്കും, ഒരു ഗ്രാമപ്രദേശം നമ്മൾ കൺസിഡർ ചെയ്യുക. ആ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ശ്രദ്ധ കൊടുക്കേണ്ട ഏരിയ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. അതായത് ഒന്നാമത്തത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എലിമെന്ററി എഡ്യൂക്കേഷൻ, അതായത് 10ാം ക്ലാസ് വരെ, +2 വരെ, ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ഗവൺമെന്റ് പരിഗണിക്കേണ്ടത്. ഒരു റൂറൽ ഏരിയ പരിഗണിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് നോക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധ കിട്ടേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. വിദ്യാഭ്യാസ രംഗം നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നമുക്കറിയാം അടുത്ത തലമുറ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇപ്പോൾ നമുക്ക് ഉണ്ടാവണം. കാരണം ഈ എഡ്യൂക്കേഷൻ എന്തെന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആയി പോകുന്ന ഒന്നാണ് അല്ലെ. ഒരാൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അത് അതിന് ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് പടർന്നു പോകുന്ന ഒരു ഒന്നാണ്. അതുപോലെ തന്നെ ആ മൊത്തത്തിൽ ഈ എഡ്യൂക്കേഷൻ രംഗത്തുണ്ടാകുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് അത് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനും ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ നിദാനമാകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാംസ്കാരികമായിട്ടും നമ്മൾ പിന്നാക്കം പോകും, സാമ്പത്തികമായിട്ടും നമ്മൾ പിന്നാക്കം പോകും. അപ്പോൾ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. രണ്ടെന്ന് പറയുന്നത് പൊതുജനാരോഗ്യം. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ത്? പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് വളരെ സൗജന്യമായിട്ടുള്ളത്, നമുക്കറിയാം റൂറൽ ഏരിയയിലെ
ജനങ്ങളുടെ അവർ കൂടുതലും തൊഴിലെടുക്കുന്നത് അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക നിലവാരം പിന്നാക്കമായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പൊതുജനാരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നതിന് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് രംഗത്തേക്ക് ഒരുപാട് പദ്ധതികൾ നമ്മൾ കൊണ്ടുവരണം, നമ്മൾ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സ്ത്രീകൾ എല്ലാ കാര്യത്തിലും പിന്നാക്കമാണ്, അല്ലെങ്കിൽ അവര് തഴയപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതായത് സ്ത്രീ കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ പറ്റണം. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. കാരണം ഈ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലായിരിക്കും ഒരു പക്ഷേ ഇവര് പിന്നാക്കം പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരെ വിദ്യാഭ്യാസപരമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഇവരുടെ കൂട്ടായ്മകൾ കൊണ്ടുവരിക, ഇവരെ സാമ്പത്തികമായിട്ട് ഇവർക്ക് എങ്ങനെ ഒരു സെൽഫ് റിലയന്റ് ആകാൻ പറ്റും എന്ന് ചിന്തിക്കുക. ഒരു സ്ത്രീ സാമ്പത്തികമായിട്ട് സ്റ്റേബിൾ ആവുക, സാമ്പത്തികമായിട്ട് സെൽഫ് റിലയന്റ് ആവുക, സ്വയം പര്യാപ്തത കൈവരിക്കാൻ തക്ക വിധത്തിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ശാക്തീകരണ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയും, അതായത് ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, റോഡ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഇതെല്ലാം എന്ത് വേണം, നമുക്ക് ആവശ്യമാണ്. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വിമൻ എംപവർമെന്റും പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷനും എഡ്യൂക്കേഷനും എല്ലാം ഉണ്ടാവുള്ളൂ. അല്ലെ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ പണിയാണ്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ നമ്മളൊരു ഹോസ്പിറ്റൽ പണിയുന്നു. ഈ ഹോസ്പിറ്റൽ പണിഞ്ഞിട്ട് ആൾക്കാർക്ക് അവിടെ എത്താനുള്ള പ്രോപ്പർ റോഡ് സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ കൊണ്ട് കാര്യമില്ല. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി, നമ്മൾ സ്കൂൾ കൊടുത്തിട്ട് ആ സ്കൂൾ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതെല്ലാം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു പോകേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയിനായിട്ട് പ്രവർത്തിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം സാധ്യമാവുള്ളൂ. അടുത്ത നമുക്ക് നോക്കാം, ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആൻഡ് റിസർച്ച്. അടുത്തതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. അഗ്രികൾച്ചർ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഈ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ആ കർഷകനിൽ നിന്ന് എന്തൊക്കെയാണ് ആ കൃഷിയിൽ അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ആ കർഷകന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലം നമ്മൾ പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഒരു പ്രശ്നം പരിഹരിക്കുന്ന, ഉദാഹരണമായിട്ട് ഒരു പ്രദേശത്തെ കാർഷിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവിടെ കൃത്യമായിട്ട് വെള്ളം ലഭിക്കുന്നില്ല, അത് കൃഷിയെ ബാധിക്കുന്നുണ്ട്, അതൊരു പ്രോബ്ലമാണ്. നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. അതിന് പറ്റുന്ന സൊല്യൂഷൻസ് എന്തൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ റിസർച്ച് ചെയ്യുക. എന്തൊക്കെയാണ് ജലസേന മാർഗങ്ങൾ ഉണ്ടാക്കുക, നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സമീപ പ്രദേശത്ത് നദികൾ ഒഴുകുന്നുണ്ടെങ്കിൽ ചാല് വെട്ടി ആ പാടത്തേക്ക് വെള്ളം എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അങ്ങനെ ഒരു റിസർച്ച് സ്റ്റഡി നടത്തിയതിനു ശേഷം പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത്രയും കാര്യത്തെ നമ്മൾ പറയുന്ന പേരാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം അഗ്രികൾച്ചർ എക്സ്റ്റൻഷന് വേണ്ട നമ്മൾ ഫെസിലിറ്റീസ് ഒരുക്കുക. അടുത്തത് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, അതായത് സാമ്പത്തിക അല്ലെങ്കിൽ ധനസഹായം ലഭ്യമാക്കുക. ഈ പറയുന്ന കൃഷി കാര്യത്തിലാണെങ്കിൽ ശരി, ഒരു സ്വന്തമായിട്ട് അവർക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനാണെങ്കിൽ ശരി, സ്വന്തം ബിസിനസ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ശരി, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ശരി, അവർക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ്, അതായത് സാമ്പത്തിക ധനസഹായം ലോണായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അടുത്തത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത്രയുമാണ് നമ്മൾ ഒരു റൂറൽ ഏരിയ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ഫോക്കസ്, അതായത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ഏരിയകളാണ് ഈ പറഞ്ഞത്. എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, വിമൻ എംപവർമെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇറിഗേഷൻ, ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആൻഡ് റിസർച്ച്, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ആണ്. അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഫോക്കസ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്. അതായത് റൂറൽ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ഒരു പർട്ടിക്കുലർ റൂറൽ ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഈ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട പോളിസീസ് എന്തൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവരണം, ഏതൊക്കെ നിയമങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പദ്ധതികളാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഭരണഘടനയിൽ ചില പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് റൂറൽ ഏരിയകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആശയം ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്.
അപ്പൊ അത് എന്തൊക്കെയാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന DPSP എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ. DPSP-യിൽ പറഞ്ഞിട്ടുണ്ട്. DPSP-യിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 40-ലാണ്. അത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് that the state shall take steps to organize village panchayat and endow them with such powers and authority. ഇതിനകത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതിലേക്ക് നമുക്ക് നോക്കണ്ട. നമുക്കിത് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 40 പറയുന്നത് ഇത്രയാണ്. സ്റ്റേറ്റ്, ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് അല്ലെ. നമ്മുടെ ഈ സ്റ്റേറ്റ് ഷാൽ ടേക്ക് നെസസറി സ്റ്റെപ്പ്, ഓക്കെ, മതിയാവുന്ന തരത്തിലുള്ള പല നടപടികൾ സ്വീകരിക്കണം. എന്തിനു വേണ്ടിയുള്ള നടപടിയാണ്? ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യം തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് വില്ലേജ് പഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആർട്ടിക്കിൾ 40. DPSP-യിലെ ആർട്ടിക്കിൾ 40 പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യം മുൻകൈ എടുത്തുകൊണ്ട് വില്ലേജ് പഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യണം. അതുപോലെ തന്നെ endow them with such powers and authority as may be necessary to enable them to function as a unit of self government. അതാണ് പോയിന്റ്. അതായത് ഒരു സെൽഫ് ഗവൺമെന്റ്, ഒരു സ്വയംഭരണം കൈവരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് മാറണം. അതായത് സ്വയംഭരണം കയ്യിലുള്ള ഒരു വില്ലേജ് യൂണിറ്റിനെ സൃഷ്ടിക്കണം. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ, സ്വന്തമായിട്ട് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ഒരു വില്ലേജ് പഞ്ചായത്തിനെ ഓർഗനൈസ് ചെയ്യണമെന്നാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 40 ഇതിന്റെ ഭാഗമാണ് DPSP-യുടെ. അപ്പം DPSP-യുടെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾ 40 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഷാൽ ടേക്ക് നെസസറി സ്റ്റെപ്സ്, സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. അതായത് നമ്മുടെ രാജ്യം എന്ത് ചെയ്യണം? നമുക്ക് ഒരു വില്ലേജ് പഞ്ചായത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഈ വില്ലേജ് പഞ്ചായത്തിന് കൃത്യമായ അധികാരം കൊടുക്കണം. എന്തിനു വേണ്ടിയുള്ള അധികാരം കൊടുക്കേണ്ടത്? സ്വയംഭരണം കൈവരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു സ്വയംഭരണം ഉള്ള അവകാശമുള്ള അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വില്ലേജ് പഞ്ചായത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 40 പറയുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതെന്താണ് പറയുന്നത്? സ്റ്റേറ്റിന് അധികാരം കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് നെസസറി സ്റ്റെപ്പ് എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യുക. നമ്മുടെ രാജ്യത്ത് വില്ലേജ് പഞ്ചായത്തുകൾ വേണം, അതുപോലെ തന്നെ അവയ്ക്ക് സ്വയംഭരണം വേണം എന്നാണ് ആർട്ടിക്കിൾ 40 പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനിലേക്ക് നമുക്ക് പോവാം. അടുത്തതെന്ന് പറയുന്ന ഒരു അമെൻമെന്റ് ആക്ട് ആണ്. അത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി 92-ൽ അവതരിപ്പിക്കപ്പെട്ട 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്തിനെ കുറിച്ചുള്ളത്? റൂറൽ സെക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച്. അതെന്താ നമുക്ക് നോക്കാം. The 73rd Constitutional Amendment Act aimed to empower rural communities and promote democratic decentralization. ഇതാണ് അതിനകത്തിലെ കാര്യം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് റൂറൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുക, അവരെ എന്താ പറയുന്നത് ഡെവലപ്പ് ചെയ്യുക, അവരെ ശാക്തീകരിക്കുക. ഒന്നാമത്തെ അതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അതായത് അധികാരം ജനാധിപത്യമായ രീതിയിൽ ഡീസെൻട്രലൈസ് ചെയ്യുക, അതായത് വികേന്ദ്രീകരിക്കുക. എന്താണ് ഡീസെൻട്രലൈസേഷൻ നമുക്ക് പറയാം. അത് ഡെഫിനേഷൻ നമുക്ക് ഡീറ്റെയിൽ പറയാം. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ യൂണിയൻ ഗവൺമെന്റിലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിലും നിക്ഷിപ്തമായ അധികാരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് മാത്രം നിക്ഷിപ്തമായിരുന്ന ചില പദ്ധതികൾ നടപ്പിലാക്കാൻ അവർക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ആ അധികാരങ്ങളെ ഡിവൈഡ് ചെയ്ത് പഞ്ചായത്തുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ആ പവേഴ്സിന് എന്താണ്? ഇപ്പൊ യൂണിയൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം കൈവശം ഉണ്ടായിരുന്ന ചില അധികാരങ്ങളെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഭരിക്കുന്നതിന്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ യൂണിയൻ ഗവൺമെന്റിനേക്കാൾ നമുക്ക് ഏറ്റവും അടുത്ത എളുപ്പം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും അല്ലെ. കാരണം അത്രയും വലിയ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അതായത് യൂണിയൻ ഗവൺമെന്റ് നേരിട്ട് അത് ചെയ്യുന്നതിനകത്തിലെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരത്തെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കും, അതായത് വികേന്ദ്രീകരിച്ചു കൊടുക്കും. അങ്ങനെ പഞ്ചായത്ത് ഭരിക്കുന്നു. ഇതാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. It aimed to decentralize power and decision making from the central and state government to the local panchayat and enable them to undertake developmental work. ഇത്രേ ഉള്ളൂ. ആ യൂണിയനും സ്റ്റേറ്റിനും ഉണ്ടായിരുന്ന അധികാരത്തെ വിഭജിച്ച് അല്ലെങ്കിൽ വികേന്ദ്രീകരിച്ച് ആരിലേക്ക് എത്തിക്കുന്നു? നമ്മളുടെ ലോക്കൽ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുന്നു. നമുക്കറിയാം, ലോക്കൽ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ പഞ്ചായത്തുകൾ ഉണ്ടല്ലോ. ഈ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഈ പഞ്ചായത്ത് ഈ പറയുന്ന ഡെവലപ്മെന്റൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇപ്പൊ റോഡ് പണിയാണെങ്കിൽ റോഡ് പണി, പഞ്ചായത്തിന്റെ ആയിട്ടുള്ള ജോലി വർക്കുകളെല്ലാം ആര് ചെയ്യുന്നു? പഞ്ചായത്ത് ചെയ്യുന്നു. അത് എന്ത് കാരണമാണ്? ഡീസെൻട്രലൈസേഷൻ കാരണമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അതുപോലെ this act provides for the creation of a 3-tier panchayat raj system in all rural areas. ഓക്കെ, ഇതെന്താ പറയുന്നത്? ഈ ആക്ട്, അതായത് 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായത്? 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം, അതായത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം. നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് ഏതാണ്? ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്ന് പറയാം. അങ്ങനെ ഈ മൂന്ന്, അപ്പൊ ഏറ്റവും ഗ്രാസ് റൂട്ടിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത്, അതിന് മുകളിൽ നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിൽ ജില്ലാ പരിഷത്ത്. ഇങ്ങനെ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപം കൊള്ളാൻ കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1992 ആണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ഒരു സംവിധാനം, ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപം കൊള്ളുന്നത് ഈ നിയമപ്രകാരമാണ്. This act is known as പഞ്ചായത്ത് രാജ് ആക്ട്. ഈ ആക്ടിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ഈ ആക്ട് കോമൺലി അറിയപ്പെടുന്ന പേരാണ് പഞ്ചായത്ത് രാജ് ആക്ട്. അപ്പം പഞ്ചായത്ത് രാജ് ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റൂറൽ ഡെവലപ്മെന്റിന്റെ കാതൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ പഞ്ചായത്ത് രാജ് ആക്ട് ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ്. അപ്പൊ നമ്മൾ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ പറഞ്ഞു. ഒന്ന് 73ാമത്തെ അമെൻമെന്റ് ആക്ട്, അതായത് പഞ്ചായത്ത് രാജ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനു മുമ്പ് പറഞ്ഞ ആർട്ടിക്കിൾ 40, DPSPയിലെ ആർട്ടിക്കിൾ 40 പറഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അടുത്തുണ്ട്, അതേതാന്ന് വെച്ചാൽ 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനകത്തിലെ 11ാമത്തെ ഷെഡ്യൂള് എന്താണ്? 11ാമത്തെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ് ദാറ്റ് സ്പെസിഫൈ പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. ഇതിൽ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിനകത്ത് കുറെ പ്രൊവിഷൻസ് ആണ്. സ്പെസിഫിക്കലി എന്തിനെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, അധികാരങ്ങള്, അതോറിറ്റി, ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി. ഒരു പഞ്ചായത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒരു പഞ്ചായത്തിന്റെ അതോറിറ്റി എവിടം വരെയാണ്? അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എവിടെയാണ്? 11th ഷെഡ്യൂളിലാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഇറ്റ് പ്ലേസസ് ആസ് മെനി ആസ് 29 functions within the purview of panchayat raj bodies including agricultural extension, land improvement, implementation of land reforms, etc. അതായത് ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ 11th ഷെഡ്യൂളിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്? 29 ഫങ്ഷൻസ് ഉണ്ട്. അതായത് പഞ്ചായത്ത് രാജ് ബോഡീസിനകത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട 29 ഫങ്ഷൻസ് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അത് 11ാമത്തെ ഷെഡ്യൂളിലാണ്. ഇതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ്. എന്തിനെ കുറിച്ച്? നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച്. ഇറ്റ് വാസ് ആഡഡ് ബൈ ദ 73rd അമെൻമെന്റ് ആക്ട് ഓഫ് 92. നമ്മൾ മുമ്പേ പറഞ്ഞ പഞ്ചായത്ത് രാജ് ആക്ട് ആണ് ഈ കുറെ 29 ഫങ്ഷൻസ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഏതിലേക്ക് ആഡ് ചെയ്തത്? 11th ഷെഡ്യൂളിൽ. ഇപ്പൊ 3 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 40, DPSPയിലെ ആർട്ടിക്കിൾ 40 കുറിച്ച് പറഞ്ഞു. അതെന്താണ്? വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യുക, അതിന് സ്വയംഭരണം കൊടുക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1992 അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? അത് പ്രധാനമായിട്ടും ഡീസെൻട്രലൈസേഷനും അതുപോലെ ത്രിതല പഞ്ചായത്ത് രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത നമ്മൾ പറഞ്ഞത് 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 11ാമത്തെ ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതോറിറ്റി, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ അതോറിറ്റിയെ കുറിച്ചും പവറിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുമാണ് അത് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ 29 ഫങ്ഷൻസ്, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട 29 ഫങ്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എവിടെ? 11th ഷെഡ്യൂൾ, നമ്മുടെ ഭരണഘടനയിലെ 11ാമത്തെ ഷെഡ്യൂളിൽ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. Panchayats are empowered to prepare plans for economic development and social justice in respect of subject as developed by the law to the various levels of panchayat including the subject as illustrated in 11th schedule. അതായത് 11th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന
സബ്ജക്റ്റുകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽസിനകത്ത് നമ്മുടെ പഞ്ചായത്തുകളിലെ ഏതൊക്കെ ലെവലുകളിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്കണോമിക് പ്ലാൻ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടും സാമൂഹ്യ നീതിക്കും വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തമാണ്. പഞ്ചായത്ത് ആർ empowered to prepare plans for economic development and social justice. നമ്മൾ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളിനകത്ത് നിയമങ്ങൾ കൊണ്ടുവരാം, അതനുസരിച്ച് ആ 29, അതായത് നമ്മുടെ 11th ഷെഡ്യൂളിനകത്ത് പറഞ്ഞ 29 മേഖലകളിലെ ആ മേഖലകൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റൽ പ്ലാൻ ഉണ്ടാക്കാൻ ആർക്ക് പവർ ഉണ്ട്? പഞ്ചായത്തുകൾക്ക് പവർ ഉണ്ട്. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചായത്തുകളുടെ അധികാരം വളരെ വലുതാണ്. കാരണം ഇത് എന്തിന് കണക്ട് ചെയ്തിരിക്കുക വെച്ചാൽ റൂറൽ ഡെവലപ്മെന്റ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളറിയാം, റൂറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് അല്ലെങ്കിൽ വളരെ ആൾക്കാർ എണ്ണം കുറവ് താമസിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെ. ഈ സ്ഥലത്ത് കൂടുതലും ആരാണ് പ്രവർത്തിക്കുന്നത്? പഞ്ചായത്ത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്ത് സംവിധാനത്തിലാണ് ഈ പറയുന്ന റൂറൽ ഏരിയകൾ പ്രവർത്തിച്ചു പോകുന്നത്. അപ്പം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അപ്പൊ നമ്മളത് പഠിക്കുമ്പോൾ ആ കൃത്യമായിട്ട് ഏതൊക്കെ ആർട്ടിക്കിളാണ്, ഏതൊക്കെ എവിടെയാണ് പറയുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകത, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഏത് ടൈപ്പാണ്? പ്രസ്താവന രീതിയിലുള്ള ചോദ്യം. കാരണം ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേ ഒരു വലിയ ഏരിയയിൽ നിന്ന് ഇവർക്ക് മൊത്തത്തിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു പർട്ടിക്കുലർ സെന്റൻസിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കി ഒരു MCQ ടൈപ്പ് 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷെ ഇത് മൊത്തത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ ആ ഭാഗത്തെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇടാം. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഡെപ്തിൽ വായിച്ച് നിങ്ങൾ പോകണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം നമ്മൾ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകേണ്ടത്. സിമ്പിൾ ചോദ്യം പ്രതീക്ഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല. ചിലപ്പോൾ സിമ്പിൾ ചോദ്യങ്ങൾ നമുക്ക് വരാം. ഓക്കെ, നമുക്കിനി അടുത്ത പറയാൻ പോകുന്നത് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഫോർ റൂറൽ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സർക്കാരിന്റെ ആയിട്ടുള്ള സംവിധാനങ്ങളാണ്. അതായത് റൂറൽ ഡെവലപ്മെന്റിന്, നമ്മുടെ ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയാനുള്ളത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, MORD എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഇതാണ് It is the apex body of the government of India for formulating and implementing policies and programs for the development of rural area. അതായത് റൂറൽ ഏരിയ നമ്മൾ പരിഗണിക്കുമ്പോൾ ആ റൂറൽ ഏരിയയിലെ വികസനത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രോഗ്രാംസും പോളിസീസും നിർമ്മിക്കാൻ അധികാരപ്പെട്ട ഏറ്റവും അപ്പെക്സ് ബോഡിയാണ്, അങ്ങേയറ്റത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ബോഡിയാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, MORD. അതാണ് ഒന്നാമത്തത്. MORD എന്താണ്? അപ്പെക്സ് ബോഡി ഓഫ് ദ ഗവൺമെന്റിന്റെ ബോഡിയാണ്, ഗവൺമെന്റിന്റെ ഡിവിഷൻ ആണ്. അത് എന്താണ് അവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണ് അത് പ്രവർത്തിക്കുന്നത്? ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയ. റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും പോളിസീസും ഡെവലപ്പ് ചെയ്യുക. അതാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Its aim is to achieve sustainable and inclusive growth of rural India through multi-pronged strategy for poverty eradication by increasing income generation opportunities, improving basic amenities and strengthening the institutional framework. Simply പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. Achieve sustainable and inclusive growth. സസ്റ്റൈനബിൾ ഗ്രോത്ത് നമുക്ക് അറിയാം. സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ റിസോഴ്സസിന് നമ്മൾ യൂസ് ചെയ്യണം, അതോടൊപ്പം തന്നെ വരുന്ന തലമുറയ്ക്കും ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ വളരെ കരുതലോടെ നമ്മുടെ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോളിസീസ് സസ്റ്റൈനബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മുടെ പോളിസീസ്. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരിക്കണം. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റി പരിഗണിക്കുമ്പോൾ ആ സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാർക്കും ബാധകമായിട്ടുള്ള, എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വികസന പദ്ധതികളായിരിക്കണം നമ്മുടേത്. അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു കാറ്റഗറി അനുസരിച്ച് അവിടെ മാറ്റി നിർത്തുക. ഇപ്പൊ സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നിലുള്ള ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അങ്ങനെ ആകരുത്. നമ്മൾ എല്ലാ ആൾക്കാരെയും, ഏത് കാസ്റ്റ് ആണെങ്കിലും, ഏത് റിലീജിയൻ ആണെങ്കിലും, ഏത് സാമ്പത്തിക അവസ്ഥയുള്ള ആൾക്കാരാണെങ്കിലും ശരി, എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂസീവ് ഗ്രോത്ത് സ്ട്രാറ്റജി കൊണ്ടുവരിക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമാർജനം.
അതുപോലെ തന്നെ ഇൻകം ജനറേഷൻ ഓപ്പർച്യൂണിറ്റീസ്, സാമ്പത്തികം, അതായത് എങ്ങനെ വരുമാനം കണ്ടെത്താമെന്നുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ഇംപ്രൂവിംഗ് ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. അതുപോലെ തന്നെ ബേസിക് അമ്യൂണിറ്റീസ്, ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റണം, ഇവരുടെ പോവർട്ടി ഒഴിവാക്കാൻ പറ്റണം. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് ആര് ഉദ്ദേശിക്കുന്നത്? ഈ MORD എന്ന് പറയുന്ന സ്ഥാപനം ഉദ്ദേശിക്കുന്നത്, മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇതെല്ലാം നമുക്ക് ഏകദേശം ഐഡിയ ഉള്ള കാര്യമാണ്. നമുക്ക് ഒരു തവണ വായിച്ചാൽ മതി ഇതെല്ലാം. നമുക്കറിയാം എന്താണ് മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത് അല്ലെ? വികസന പദ്ധതികളാണ് കൊണ്ടുവരുന്നത്. എത്തരം വികസന പദ്ധതികളാണ്? അത് ഇൻക്ലൂസീവ് ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ, നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണം. അതുപോലെ തന്നെ ബേസിക് അമ്യൂണിറ്റീസ്, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികളായിരിക്കണം തയ്യാറാക്കേണ്ടത്, MORD തയ്യാറാക്കേണ്ടത്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഇത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ മിനിസ്റ്ററുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ MORD ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് പോവർട്ടി അലിവേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതെന്ന് പറയുന്നത് MORDയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. എന്തെന്ന് പറയുന്നത്? DORD എന്ന് വെച്ചാൽ MORDയുടെ അണ്ടറിലാണ് എന്ത് പറയുന്നത്? DORD വരുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് വരുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇത് പ്രോഗ്രാംസും പോളിസീസും കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ടാണ്? പോവർട്ടി അലിവേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും. അതുപോലെ റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ്, സർക്കാരിന്റെ റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് DORDയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതും ഒരു ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. അതുപോലെ മറ്റൊന്നാണ് നബാർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്താണ്. നബാർഡിനെ കുറിച്ച് അറിയാം നമുക്ക്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതാണ് ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് ക്രെഡിറ്റ്, റീഫിനാൻസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ടു സപ്പോർട്ട് ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയ. അതായത് ഒരു റൂറൽ ഏരിയ പരിഗണിച്ചാൽ അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, റീഫിനാൻസ് ചെയ്യുക. ഇപ്പം ആൾക്കാർക്ക് പൈസ വേണം, ഇപ്പൊ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം, ഒരു കട തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ പൈസ ഇല്ല. അപ്പൊ പൈസ ഇല്ലാത്ത ആൾക്ക് ഒരു കട തുടങ്ങി സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം. അപ്പൊ അവർക്ക് എന്ത് വേണം? ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക, അവർക്ക് കടം കൊടുക്കുക. അതന്നെ കൃഷി ചെയ്യാൻ പണമില്ല, ഇപ്പൊ കൃഷി ചെയ്യാനുള്ള ഫണ്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള റീഫിനാൻസിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഗ്രാമീണ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏതെന്ന് പറയുന്നത്? നബാർഡ്. കാർഷിക ആവശ്യം ആണ്. അതോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? റൂറൽ ഡെവലപ്മെന്റും ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് പറയും, MOPR. It is responsible for Minister of പഞ്ചായത്ത് രാജിന്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. It is responsible for empowering പഞ്ചായത്ത് രാജ് institutions at the village, intermediate and district level to enable them to function as effective institutions of local governance. ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് പഞ്ചായത്ത് രാജ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് അറിയാം അല്ലെ? അത് പല തലങ്ങളിലുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നമുക്കറിയാം. അറ്റ് ദ വില്ലേജ് ലെവൽ അല്ലെ? അതുപോലെ ഇന്റർമീഡിയറ്റ്, അതിനിടയ്ക്ക് വരുന്നതാണ് ബ്ലോക്ക് ലെവലിൽ വരുന്ന എന്താ പറയുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. വില്ലേജ് ഓഫീസ് ആണെങ്കിലും ബ്ലോക്ക് ഓഫീസ് ആണെങ്കിലും ഡിസ്ട്രിക്ട് ലെവലിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കെല്ലാം അറിയാം അല്ലെ? ഇവരുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കണം. അത് ലോക്കൽ ഗവേണൻസ്, അതായത് റൂറൽ ഏരിയയിലെ ഭരണം കൃത്യമായിട്ട് നടപ്പ് വരുത്താൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എംപവർ ചെയ്യുന്ന മിനിസ്ട്രിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ മിനിസ്ട്രി ആണ്. എന്തെന്ന് പറയുന്നത്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് നമുക്കറിയാം അല്ലെ? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. നമുക്ക് പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ 3 തലങ്ങളിലായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പഞ്ചായത്ത് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പഞ്ചായത്ത് സിസ്റ്റം ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു റൂറൽ ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാവുള്ളൂ. അങ്ങനെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എംപവർ ചെയ്യുക. അതാണ് എന്തിന്റെ ഉദ്ദേശം? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അത് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ MORD വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്,
അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതായത് MORD, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിലാണ് ഏത് വരുന്നത്, DORD വരുന്നത്. പിന്നെ വരുന്ന ഒരു സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. ഒരു ബാങ്കാണ്, ഒരു നാഷണൽ ബാങ്കാണ്. അതായത് കാർഷിക സംബന്ധമായ കാര്യങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഫിനാൻസ് ചെയ്യുക, അവർക്ക് റീഫിനാൻസ് ചെയ്യുക, അങ്ങനെ അത്തരത്തില് ഒരു റൂറൽ ഏരിയ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, അത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എംപവർ ചെയ്യുക. അതായത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. അപ്പൊ നമ്മൾ ഇത്രയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എന്തൊക്കെയാണെന്ന് ഒരു ജസ്റ്റ് റീക്യാപ്പ് പോലെ പറയാം. നമ്മൾ ഇന്ന് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, റൂറൽ ഏരിയയുടെ ഒരു സ്പെസിഫിക്കേഷൻ എന്തായിരുന്നു റൂറൽ ഏരിയ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയൊക്കെയാണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് LSGSന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിന്റെ ഈ റൂറൽ ഡെവലപ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റു സുഹൃത്തുക്കളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് താഴെ നമുക്ക് കമന്റ് ആയിട്ട് എഴുതുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.